ഭരണി ജ്യോതിശാലയം ഭയങ്കര സംഭവമാണ്. കാണാത്ത എന്ത് സ്ഥാനം കൃത്യമായിട്ട് കണ്ടുപിടിച്ചത് വലിയ സംഭവമാണ് പുള്ളി. അതിന് നമ്മളെന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേക്കുന്നേ? എന്റെ അച്ഛനെ കാണാൻ പോയിട്ട് എത്ര നാളായി, അച്ഛനെ കണ്ടുപിടിക്കണ്ടേ? അതിനാ പഴയ ജോത്സ്യന്റെ അടുത്ത് പോയാ പോരെ, ഇങ്ങോട്ട് വരണോ? ഞാൻ എന്റെ 2 കൊല്ലം മാല പോയില്ലേ, അങ്ങനെ കാണാൻ ചെന്ന്. അപ്പൊ അങ്ങനെ വീണ്ടും താക്കോല് പോയിട്ട് കാണാതെ തപ്പി കുത്തിയിരിക്കുന്നു. ഇങ്ങനെയാണെങ്കിൽ മുറ്റാണ്, കാണാത്ത എന്ത് കാര്യം കൃത്യമായി കണ്ടുപിടിക്കും. ആണോ? എന്നാ പിന്നെ എനിക്ക് എന്റെ അച്ഛനെ കൂടി ഒന്ന് കണ്ടുപിടിക്കണം. നിന്റെ അച്ഛനെയാ? ആദ്യം നീ നിന്റെ അമ്മയെ കണ്ടുപിടിക്കും. എന്റെ അമ്മയോട് ചോദിക്കും നിന്റെ തന്ത ആരാണെന്ന്. എന്റെ അച്ഛൻ അങ്ങനെ കുറ്റമൊന്നും പറയണ്ട. ഇത്രയും ധീരനായ അച്ഛന്റെ മരുമോനാന്ന് പറയണേന് വേണോടോ ഒരു അന്തസ്. എടി, നിന്റെ കുടുംബത്തിൽ പോലെ എന്റെ കുടുംബത്തുണ്ട് നല്ല ധീരനായ എന്റെ അപ്പൂപ്പൻ. ആനയെ കണ്ടാൽ ഇങ്ങനെ നിൽക്കും, ആന അവിടെ നിൽക്കും. അപ്പൂപ്പന്റെ കാര്യമല്ലേ? അപ്പൂപ്പന്റെ കാര്യം ഒന്നും പറഞ്ഞ് എന്റെ അടുത്തോട്ട് വരണ്ട. ഓണത്തിന് കളൂടാൻ വേണ്ടി പൂവില്ലാഞ്ഞിട്ട് പുള്ളി എന്താ ചെയ്തേ? സിമിത്തേരിയിൽ പോയിട്ട് റീത്ത് അന്വേഷിച്ച് പോയില്ലേ? അപ്പൊ അവിടെ എന്തോ സൗണ്ട് കേട്ടെന്ന് ബോധം കെട്ട് വീണിട്ട് ഇപ്പോഴും കിടക്കണല്ലേ ആ കട്ടിലേല്? എങ്ങനെ കൊടുക്കാനാണ്? ഞാൻ ക്ലാസ്സിൽ വെള്ളം കൊടുത്തോണ്ട് വരുമ്പോ എന്റെ നിഴല് കണ്ടിട്ട് അന്നേരം പോകില്ല പുള്ളിയുടെ ബോധം. നിന്റെ നിഴലും രൂപം കണ്ടാൽ ആർക്കൊന്നും ബോധം കെടാൻ തോന്നും. എന്താന്ന്? മന്ത്രം 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 മന്ത്രമല്ല, ഗ്യാസ് കരിങ്ങനെ വിലങ്ങി നിൽക്കണം. നല്ലൊരു ഏമ്പക്കം വന്നിട്ട് പുറത്തു പോയത് നല്ല ആശ്വാസം ഉണ്ടായി. എന്തിനാ വന്നതാ? എനിക്കൊരു മുള്ളും വേണം, ഇവക്കൊരു സാരിയും വേണം. മുള്ളും സാരിക്കും ജ്യോതിശാലത്തിലേക്കാണോ വേണ്ടതാ? അതറിയാലോ. എന്താ നിങ്ങളെ പ്രശ്നം? പ്രശ്നപരിഹാരത്തിന് വേണ്ടി വന്നേ. പ്രശ്നപരിഹാരത്തിനായിട്ട് നമ്മുടെ അടുത്തേക്ക് വന്നതാണ്. ഭാര്യയും ഭർത്താവുമാണല്ലേ? അല്ല, ഭർത്താവും ഭാര്യയോ? പക്ഷെ കണ്ടാ ദമ്പതികളാണെന്നേ പറയത്തുള്ളൂ. എന്താണ് താങ്കളുടെ പ്രശ്നം? എന്റെ അച്ഛനെ കാണാതെ പോയിട്ട് കുറെ നാളായി. അച്ഛൻ വീട് വിട്ടിറങ്ങി പോയതാണോ? വീട് വിട്ട് പോയിട്ട് കുറെ നാളായെന്ന്. അപ്പൊ വീട് വിട്ടിറങ്ങി പോയ അച്ഛൻ എവിടെ ഉണ്ടെന്ന് കണ്ടുപിടിച്ചു തരണം. കുഴപ്പമില്ല. എന്താണ് അച്ഛന്റെ പേരാ? അച്ഛന്റെ പേര് നാരായണൻ. നിന്റെ തന്തയല്ലേ? എന്റെ തന്തയുടെ പേര് പറയണി. എത്ര വയസ്സുണ്ടാ? ഒരു 89. തുലാത്തിൽ അച്ഛന് 89. അതെന്നെ ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞോളാം, നീ പറയണം. അപ്പൊ 89 വയസ്സുള്ള ഗോപാല നാമധേയം എത്ര മാസമായി? 6 മാസമായി. എന്തെങ്കിലും സൂചനകളുണ്ടോ? സൂചന എന്ന് പറയുമ്പോ നേരൊരു ചവിട്ടും തൊഴിയൊക്കെ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ പുള്ളിക്കാരൻ പ്രശ്നക്കാരനാണത് സാരം. അയ്യോ, പുള്ളിക്കാരനാണോ പുള്ളിക്കാരിയാണോ എന്ന് പറയണെങ്കിൽ 10 മാസം കഴിയണം. അതിന് 10 മാസം വരെ നമുക്ക് വെയിറ്റ് ചെയ്യണ്ട, പെട്ടെന്ന് തന്നെ വരുത്തിച്ചു കളയാലോ. അയ്യോ, എനിക്ക് സിസേറിയനും വേണ്ട, ഞാൻ സുഖപ്രസവം പ്രസവിച്ചോളാം. സിസേറിയൻ ഇങ്ങോട്ട് ഞാനെന്താ ഗൈനക്കോളജിസ്റ്റാണോ? ഞാൻ ആസ്ട്രോളജറാണ്. അവക്ക് 6 മാസം ഗർഭിണിയാണ്. എന്റെ അച്ഛന്റെ കാര്യം പറ. അപ്പൊ അച്ഛന്റെ കാര്യങ്ങൾ നോക്കി പറയണമല്ലേ? ഒരു കാര്യം ചെയ്യാം, വെറ്റ എടുത്താലോ? ഞങ്ങളൊന്ന് മുറുക്കിയിട്ടിരിക്കാം, നീ ഒന്ന് കറങ്ങിട്ടോ. ഇവിടെ ചുണ്ണാമ്പും പാക്കോടെ ഞാൻ കൊണ്ട് തരാം. വെറ്റില മുറുക്കാനല്ല പറഞ്ഞ, വെറ്റില ജ്യോതിഷനാണോ PhD എടുത്തിരിക്കണതാ. അപ്പൊ നിശബ്ദമായിട്ട് നിൽക്കുക. ഗ്യാസ് ഭയങ്കര പ്രശ്നമാട്ടാ. ഗ്യാസ് അല്ല, മന്ത്രം ചൊല്ലിയതാ. അല്പം മഷി അങ്ങോട്ട് പരട്ടാം. ഈ പുള്ളി ഏതെങ്കിലും മൂളിക്കൊണ്ടിരിക്കുന്നേ. മന്ത്രം മറന്നു പോയിക്കാണ് ഓർക്കാൻ ശ്രമിക്കുക. ഇത് കോമഡിയിൽ നരേന്ദ്രപ്രസാദ് ഫിഗർ ചെയ്യുന്ന. നരേന്ദ്രപ്രസാദ് ഫിഗർ ചെയ്തില്ല. ഇവിടെ അപ്പഴേ ചെലന്തി വല കെട്ടിയിരിക്കുന്നത് മുഖത്ത് കെട്ടാ ചൊറിച്ചിലുണ്ടാവേ. അപ്പൊ ഗോപാല നാമധേയ 80 വയസ്സ്, വീട് വിട്ടിറങ്ങി പോയിരിക്കണോ? അച്ഛന്റെ സ്റ്റാർ പറയുക. ഒരു വിഷു ആയാലോ ക്രിസ്മസ് ആയാലോ വീട്ടിൽ ഒരു നക്ഷത്രം പോലും തൂക്കത്തില്ല, അച്ഛന്റെ സ്റ്റാർ പറയാൻ. അയ്യോ, നക്ഷത്രം തൂക്കുന്ന കാര്യമില്ല, ജന്മനക്ഷത്രം. ഉദാഹരണത്തിന് എന്റെ ജന്മനക്ഷത്രം ഭരണി. ഇയാളുടെ രൂപം ഭരണി, ഇയാളുടെ നാളും ഭരണി. ഇവിടെ എഴുതി വെച്ചിരിക്കണ ഭരണി. തികഞ്ഞ അഹങ്കാരിയാണല്ലേ? അയ്യോ, അതെങ്ങനെ മനസ്സിലായി? തവതല പറയുന്നവളെ അഹങ്കാരി എന്നല്ല, പിന്നെ പുണ്യവതി എന്ന് വിളിക്കാൻ പറ്റുക. വീട് വിട്ടിറങ്ങി പോയ അച്ഛനെ നമുക്ക് കണ്ടുപിടിച്ചു കൊണ്ടുവരണം. കുഴപ്പമില്ല, നമുക്ക് മഷി ഇട്ടങ്ങൾ നോക്കിക്കളയാം. എന്തെങ്കിലും കാണുന്നുണ്ടോ? അതല്ല, ഈ മഷീന് നോക്കിയപ്പോ എന്തെങ്കിലും കാണുന്നുണ്ടോ? ശരിക്കും മഷി കാണുന്നുണ്ട് കേട്ടാ. പക്ഷെ മഷിക്കകത്ത് തെളിയുന്നതിന് നോം കാണുന്നുണ്ട്. കേരളത്തിൽ മുഴുവൻ 14 ജില്ലകളാണുള്ളത്. എന്നാ വർത്താനം പറയുന്നത്? 13 അല്ല, തിരുവനന്തപുരം പോലെ കാസർഗോഡ് വരെ 14 ജില്ലകളുണ്ടാവും. എന്റെ ചോദിച്ചേ
12, 13. ഈ കാസർഗോഡ് നമ്മളെ അല്ല. ഏയ് കന്യാകുമാരി കൊടുത്തിട്ടാണല്ലോ തമിഴ്നാട്ടിൽ പാലക്കാട് ഇങ്ങനെ എടുത്തതാ. അത് കൊടുത്തതല്ല, മേടിച്ചതല്ലേ. ആര് മേടിച്ചു? തമിഴ്നാട്ടുകാരെ. താങ്കൾ പറഞ്ഞു വരുന്നത് എത്ര ജില്ല ഉണ്ടെന്നാണ്? ഒരു 12 അടി. എന്റെ പൊന്നു ജോത്സ്യൻ, ഇവിടെ എന്തിനാ ഞങ്ങൾ വന്നത്? പരിഹാരം കാണാനല്ലേ? ജില്ലയുടെ എണ്ണ കൊടുക്കാനാണോ? ശരി, അപ്പൊ പരിഹാരം കണ്ടു കളയാം. അപ്പോഴ് അച്ഛൻ വീട് വിട്ട് ഇറങ്ങി പോയിട്ട് കേരളത്തിൽ 14 ജില്ലയുടെ നേരെ പകരം 7 7ാമത്തെ ജില്ലയുടെ എറണാകുളത്ത്. എറണാകുളത്തിന്റെ പ്രാന്ത പ്രദേശങ്ങൾ അച്ഛനെന്തോ പരതി നടക്കുന്നുണ്ട്. എന്നാ പിന്നെ ബീവറേജ് ആയിരിക്കും. പുള്ളി അതേ പരതുള്ളൂ. അതെ, അച്ഛൻ വീട് വിട്ട് ഇറങ്ങി പോയപ്പോഴാ കയ്യിൽ എന്തെങ്കിലും കരുതിയിരുന്നോ? കയ്യില് 85 ലക്ഷം. എടി, ആ കിളവന് 85 ലക്ഷം രൂപ വീടിന്നിറങ്ങിയത്. അതല്ലാതെ 85 ലക്ഷം രൂപയുടെ ഒരു ലോട്ടറി ഉണ്ടായി. അത് അടിച്ചിട്ടുണ്ടാവും. അതായിരിക്കും പുള്ളി ഇങ്ങോട്ട് വരാത്തത്. കയ്യില് കുറച്ച് പൈസ ഉണ്ട്. അപ്പൊ കബഡി തരത്തിൽ നമുക്ക് വിശദമായിട്ട് ഒന്നുകൂടെ നോക്കിക്കണം. കബഡി ഇങ്ങോട്ട് നിരത്തുമ്പോഴത്തേനെ ഏത് കളത്തിൽ കൊണ്ട് വെക്കുമെന്ന് ഒരു കൺഫ്യൂഷൻ ഉണ്ട്. ഇങ്ങോട്ട് ശ്രദ്ധിക്കണം. നിങ്ങളെന്തായാലും പറയണ്ട പറഞ്ഞോട്ടോ. ശ്രീ ശൂശാരി എന്താടി ഞാൻ ആഹാരം കഴിക്കണമായിരുന്നു, നീ എന്താണ് തിരക്കുന്നത്? നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടില്ല മേലെ എന്നെ ജ്യോതിശാലത്തെ വിളിച്ച് ശല്യം ചെയ്യുന്നു. ഇങ്ങനെ വെച്ചിട്ട് പോവാ. എന്താണ് കാണുന്നത്? ഇത് മൊത്തം കീറിപ്പോയല്ലോ. ഇത് കീറിയതല്ല, അച്ഛൻ കീറിയ വസ്ത്രം ഇട്ടിട്ടാണ് എറണാകുളത്തിന്റെ ഭാഗങ്ങളിലേക്ക് നടക്കുന്നത്. അതൊക്കെ പോട്ടെ, വീട് വിട്ട് ഇറങ്ങി പോകുന്നതിനുമായിട്ട് അച്ഛൻ എന്തെങ്കിലും പറഞ്ഞിരുന്നോ? എന്നോടൊന്നും പറഞ്ഞില്ല. അതൊക്കെ എന്തിനാ ഇവിടെ പറയുന്നത്? അതിവിടെ പറഞ്ഞാലേ പരിഹാരം കണ്ടെത്തി അച്ഛനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുള്ളൂ. അതിന്റെ ആവശ്യമൊന്നുമില്ല. അത് നമുക്ക് നാളെ ഞാൻ വന്ന് പറയാം. പറ്റില്ല, ഇന്ന് തന്നെ പറയണം. നാളെ ദൂരെ ഒരു ക്ഷേത്രത്തിൽ വലിയ പൂജ ഉണ്ടായി. അതെ, അതൊക്കെ പറയണ്ടേ? എന്തിനാ അതൊക്കെ പറയണം, പരിഹാരം കാണണ്ടേ? അതൊക്കെ പറയുന്ന എന്നാലേ നമുക്ക് ഇവിടുന്ന് പോവാൻ പറ്റുള്ളൂ. അച്ഛൻ പറഞ്ഞത്. കശപിശാന്ന് ചെവി പറഞ്ഞാൽ ഒന്നും കേൾക്കില്ല. ക്ഷേത്രങ്ങളിൽ പൂജ ചെയ്തോണ്ടിരിക്കോ വെടിക്കെട്ടിന് സൗണ്ട് കേട്ടിട്ടേ ചെവിയുടെ സെറുബിലെ മെഡിലെ ഒബ്ലാങ്കട്ടൊക്കെ ചെറിയ തകരാറുണ്ട്. നമ്മള് 3 പേരല്ലേ ഞങ്ങള് പറയാ. മെസ്സേജ് അയക്കാം. മഷി നോട്ടത്തിൽ യന്ത്രങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല, നേരിട്ടാണ് സംവാദം. എന്റെ പൊന്നു മനുഷ്യ, ഇവിടെ നമ്മൾ 3 പേര് മാത്രമല്ലേ ഉള്ളൂ. നിങ്ങൾക്ക് ഏതാവുന്നു പറഞ്ഞാലേതാ? എടി പൂവനെ, നീ വീട്ടിൽ എന്തിറങ്ങി പോണ്? നിന്റെ കാൽ ഇവിടുന്ന് എന്തിറങ്ങി പോന്ന്? അന്നേ ഞാൻ വീട്ടിൽ വരത്തുള്ളൂ എന്നാ എന്റെ അച്ഛൻ പറഞ്ഞത്. അപ്പൊ അതാണ് ആ പറഞ്ഞ കളവന്. അങ്ങേരെങ്ങാനും ഇവിടെ കാല് കുത്തിയാ ഞാനായിരിക്കും അങ്ങേരെ കൊല്ലുന്നത്. അടങ്ങും അവധി അടങ്ങും. ഞാൻ നോക്കിയിട്ട് ഇതിനൊരു ഒറ്റ പരിഹാരമേ കാണുള്ളൂ. എന്ത് പരിഹാരം? ഇതുവരെ മഷി നോക്കി എന്റെ ഫീസ് നട്ട് തിരികെ പോകുമ്പോഴാ ടൗണിൽ കയറി നല്ലൊരു വക്കീലെ കണ്ടിട്ട് ഒരു പരാതി അങ്ങനെ കൊടുക്കാം. എന്തിനു പരാതി? ഡൈവോഴ്സ്, അല്ലാതെ വേറെ ഒരു മാർഗില്ലേ? മനുഷ്യ, നിങ്ങൾ വീട്ടിലോട്ട് വേണം. നിങ്ങൾ ഞാൻ എന്റെ പൂജോ അച്ഛാ, വീട്ടിലോട്ട് വരല്ലേ അച്ഛാ?